RSS ഒരു കാര്യം തിരിച്ചറിഞ്ഞോ? ഇതിപ്പോ പഴയ ഇന്ത്യയൊന്നും അല്ല, ഇതിപ്പോ പഴയ ഇന്ത്യയൊന്നുമല്ല. പണ്ട് നിന്റെയൊക്കെ തൃശൂലങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന കുത്തുബുദ്ദീൻ അൻസാരിമാരെ നീയൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ അവസ്ഥയൊക്കെ മാറി. ഇപ്പോഴൊക്കെ നിന്റെ കയ്യിലിരിക്കുന്ന തൃശൂലം പിടിച്ചു വാങ്ങാൻ കെൽപ്പുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള രാജ്യമാണ് ഇന്ത്യ. RSSകാരൻ അത് തിരിച്ചറിഞ്ഞോ? സംഘപരിവാരം ലക്ഷ്യം വെക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രം ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ അത് ഏത് ഹിന്ദു രാഷ്ട്രമാണ്? മുമ്പ് ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ സവർണ ബ്രാഹ്മണ വരേണ്യ ആധിപത്യമുള്ള ഹിന്ദു രാഷ്ട്രം. മനുസ്മൃതിയുടെ നിയമമായിരിക്കും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നത്. 6000-ൽ പദം ജാതികളുടെയും ഉപജാതികളുടെയും നിയമം ഇവിടെ കൊണ്ടുവരും. ബ്രാഹ്മണന്മാരെന്ന പേരിൽ, വൈശ്യന്മാരെന്ന പേരിൽ, ക്ഷത്രിയന്മാരെന്ന പേരിൽ, ശൂദ്രന്മാരെന്ന പേരിൽ രാജ്യത്തെ ജനങ്ങളെ പല തട്ടുകളിലാക്കും. എന്നിട്ടോ പ്രായപൂർത്തിയെത്തിയ കീഴാള കുടുംബത്തിലെ പുരുഷന്മാർക്ക് മൂക്കിന് കീഴെ മീശ വളർത്താനെന്ന അവകാശമുണ്ടാകില്ല. പ്രായപൂർത്തിയെത്തിയ കീഴാള കുടുംബത്തിലെ അമ്മ പെങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ, നാണം മറയ്ക്കാൻ അവകാശമുണ്ടായിരിക്കില്ല. പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശമില്ല. പൊതുക്കുളത്തിൽ കുളിക്കാനുള്ള അവകാശമില്ല. ഇവിടുത്തെ എല്ലാ ക്ഷേത്രത്തിലും കയറിയിട്ട് ആരാധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടാകില്ല. ഇവിടുത്തെ ദലിതന്മാരെയും ഇവിടുത്തെ കീഴാളന്മാരുടെയും ഇവിടുത്തെ പുലയന്മാരെയും ഇവിടുത്തെ പലയന്മാരെയും ഇവിടുത്തെ കീഴാളന്മാരെയും ഒക്കെ ചവിട്ടുത്തേക്കുന്ന മനുസ്മൃതിയുടെ നിയമം കൊണ്ടുവരുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് സംഘപരിവാരം ലക്ഷ്യം വെക്കുന്നത്. പാടത്തും പറമ്പത്തും കല്ലിനോടും മണ്ണിനോടും പടവെട്ടി പൊന്നു വിളയിക്കുന്ന കീഴാളന്മാർക്ക് അർഹമായ കൂലി കൊടുക്കില്ല തമ്പ്രാക്കന്മാർ. ആരെങ്കിലും തമ്പ്രാക്കന്മാരോട് കൂലി ചോദിച്ചാൽ കൂലി ചോദിക്കുന്ന ചെളിപ്പാടത്തിൽ ചവിട്ടി താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊന്നുകളയും. കീഴാളന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പറമ്പിൽ എവിടെയെങ്കിലും കുഴി കുത്തി അതിൽ ഇലയിട്ട് നാൽക്കാലികൾക്ക് കൊടുക്കുന്നത് പോലെയായിരിക്കും. വെള്ളം കൊടുക്കുന്നത് മുളവെട്ടിയ പാത്രങ്ങളിലും ചിരട്ടകളിലുമായിരിക്കും. മൃഗങ്ങളുടെ പരിഗണന പോലും ആ പാവങ്ങൾക്ക് നൽകപ്പെടുകയില്ല. അങ്ങനെ പൊതുവഴിയിലൂടെ മേലാളന്റെ പല്ലക്കുജമെന്ന് വരുന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദമുയർത്തുമ്പോൾ ആ ശബ്ദം കേട്ട് 30 അടി വാരത്തിൽ അധികം മാറി നിന്നിട്ട് യശമാ തമ്പ്ര എന്ന കൈകൂപ്പിയിട്ട് തല താഴ്ത്തിയിട്ട് വിളിക്കാൻ വിധിക്കപ്പെടുന്ന രാജ്യത്തെ കീഴാളന്മാരുടെയും ആദിവാസികളുടെയും ദലിതുകളുടെയും ഒരു ഇന്ത്യ. ആ ഇന്ത്യയാണ് സംഘപരിവാരത്തിനുണ്ടാക്കിയെടുക്കേണ്ടത്.